നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. എൻ്റെ പോലീസിലെ അനുഭവങ്ങളാണ് കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. വൈത്തിരി സർക്കിൾ ഓഫീസിൻ്റെ മുമ്പിൽ തിരക്കൊഴിയാനായിട്ട് ഏറെ നേരമായി കാത്തു നിന്ന ഒരു സ്ത്രീയെ വനിതാ പോലീസുകാർ ഗ്രേസിയാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. സാർ, ഇത് തൂങ്ങി മരിച്ച അപ്പച്ചൻ്റെ ഭാര്യയാണ്, പേര് സൂസി എന്നാണ്. സാറിനോട് എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഏറെ നേരമായി കാത്തു നിൽക്കുകയാണ്. വരൂ, ഇരിക്കൂ. അവർ മുന്നോട്ട് നടന്നു വന്നു. ഒരു വെളുത്ത് മെലിഞ്ഞ ഒരു 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ശാലീനയായ ഒരു വീട്ടമ്മ. ഇരിക്കൂ, അവർ ഇരുന്നു. എന്താ വേണ്ടത്? ദുഃഖം തളം കെട്ടിയ ആ മുഖത്തെ വിടർന്ന കണ്ണുകളിൽ ജലഗണങ്ങൾ ഇറ്റു നിൽക്കുന്നു. സംസാരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ബാഗ് തുറന്ന് അതിനകത്ത് നിന്നും ഒരു കറുത്ത ഡയറി എടുത്ത് എൻ്റെ നേർക്ക് നീട്ടി. പക്ഷേ വിറയാർന്ന കൈകൾ കൊണ്ട് നീട്ടിയത് ആ കൈകളിൽ നിന്ന് തന്നെ ഊർന്ന് മേശമേൽ വീണു. പറയൂ, എന്താ വേണ്ടത്? സാർ, എൻ്റെ അപ്പച്ചൻ, എൻ്റെ അച്ചായൻ തൂങ്ങി നിന്ന ആ മേശയ്ക്ക് അതിന് താഴെയുള്ള മേശമേലിരുന്ന ഒരു ഡയറിയാണ്. ആ മരിച്ചു നിന്ന അവസരത്തിൽ തന്നെ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ട് അന്ന് തന്നെ എടുത്ത് മാറ്റി വെച്ചതാണ്, മറ്റാരും കാണണ്ടെന്ന് കരുതി. അതെന്താ സാർ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കരുതി, മകളുടെ ഭാവിയെ കരുതി ഞാനത് മാറ്റിവെച്ചിരുന്നു. എന്താണ് ഉണ്ടായെന്ന് പറയൂ, എന്താ കാര്യമെന്ന് പറയൂ. സാർ, ഒരേ വിവാഹ ജീവിതം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ജീവിത അവസാനം വരെ ഉണ്ടാവണമേ, ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ആരാ? വിശദമായിട്ട് പറയൂ. സാർ, എൻ്റെ മകൾക്ക് ഇപ്പോൾ 13 വയസ്സ്. 3 വർഷം മുമ്പ് അവളെ നൃത്തം പഠിപ്പിക്കാനായിട്ട് വീണ എന്ന ഒരു ഡാൻസ് ടീച്ചർ ഏർപ്പെടുത്തി. കുറേ നാൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മകൾ വീണയുമായിട്ട് ഏറെ അടുപ്പത്തിലായി. ഒടുവിൽ അവൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത, അവളുടെ എല്ലാ കാര്യത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമായി മാറി വീണ. അവളുടെ എല്ലാ കാര്യങ്ങളും ഇവൾ സൂക്ഷ്മമായി വീക്ഷിക്കുമായിരുന്നു. ഓരോ കാര്യത്തിനും അവളുടെ ശ്രദ്ധയുണ്ടാവും. മത്സരങ്ങൾക്ക് കൊണ്ടുപോകാനും സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ എല്ലാം എപ്പോഴും വീണ കൂടെ ഉണ്ടാവും മകളോടൊപ്പം. മകൾക്ക് പ്രിയങ്കരി ആയതോടുകൂടി അവൾ ഞങ്ങളുടെയും സ്നേഹത്തിന് പാത്രമായി. ഞങ്ങളുടെ വീട്ടിലൊരംഗത്തെ പോലെയായി. ക്രമേണ അവൾ സാധനം വാങ്ങാനും മറ്റു കാര്യങ്ങൾ വാങ്ങിച്ചു തരാനും ഒക്കെ തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ വീട്ടിലെ കംപ്ലീറ്റ് പൂർണ്ണമായ നിയന്ത്രണം അവളുടെ കയ്യിലായി. സൂക്ഷ്മമായി. അതുമാത്രമല്ല, അവൾ ഒരു വാഹനം വാങ്ങി. അവളുടെ വസ്ത്രധാരണ രീതിയിൽ ഏറെ മാറ്റമുണ്ടായി. അവളുണ്ടായ ഏറെ ഈ മാറ്റങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ മകളുടെ ഹൃദയം മാത്രമല്ല അവർ കവർന്നത്, എൻ്റെ ഇച്ചായൻ്റെ ഹൃദയം കൂടെ അവർ കവർന്നെടുത്തിരിക്കുന്നു. ഞാനൊന്നും കൂടുതലൊന്നും ബഹളം ഉണ്ടാക്കിയില്ല, സംസാരിച്ചുമില്ല. മെല്ലെ മകളുടെ പഠിത്തം താഴേക്ക് പോകുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഡാൻസ് പഠനം തൽക്കാലം അവസാനിപ്പിച്ചു. വരവ് നിർത്തി. അതെൻ്റെ മകൾക്ക് ആദ്യം ഒരു ചെറിയ വിഷമം ഉണ്ടായെങ്കിലും ഞാൻ പറഞ്ഞു, മോളെ പഠിച്ചില്ലെങ്കിൽ സ്കൂളിൽ കുഴപ്പമാവും, അടി കിട്ടും, അതുകൊണ്ട് ആദ്യം പഠിത്തം നടക്കട്ടെ, പിന്നെ നമുക്ക് ഡാൻസിൻ്റെ കൂടെ ചെല്ലാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ അവൾക്കത് കാര്യം മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായത് എൻ്റെ ഇച്ചായനിലാണ്. അദ്ദേഹം ആകെ തകർന്ന പട്ടിലായി. ഒരു കാര്യത്തിലും എന്തോ ഒരു വിഭ്രമം പോലെ, ആരെ ഭയക്കുന്ന പോലെ. ഞാൻ കുറച്ച് 2 ദിവസം നോക്കിയപ്പോഴും അദ്ദേഹത്തിന് ഇച്ചായൻ ഒരു എന്തോ ഒരു ഭയങ്കരമായിട്ട് അദ്ദേഹം മനസ്സിൽ എന്തോ വെച്ച്
വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അടുത്തതും ചോദിച്ചു, ഇച്ചായ എന്താണ് പറ്റിയത്, പറയൂ, തുറന്ന് പറയൂ. അതിന് ഇച്ചായൻ മനസ്സ് തുറന്നു. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, തെറ്റുപറ്റി, പൊറുക്കണം, മാപ്പാക്കണം, ഇനി ആവർത്തിക്കില്ല. ഞാൻ ആശ്വസിപ്പിച്ചു, പോട്ടെ, കഴിഞ്ഞല്ലോ, കഴിഞ്ഞ കാര്യം പോട്ടെ. എൻ്റെ ചായൻ ആ വാക്ക് പാലിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അടുത്ത 3-ാമത്തെ ആഴ്ചയാണ്, അതിൻ്റെ 3-ാമത്തെ ആഴ്ചയിലാണ് ഈ ചായൻ തൂങ്ങി മരിക്കുന്നത്. മുറിയിൽ ഒരു ഫാനിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന ഈ ചായനെ കണ്ണുനീരോടെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുള്ളൂ. അതിന് താഴെ ഇരുന്ന ഡയറിയിലാണ് ഈ കുറിപ്പുണ്ടായിരുന്നത്. ഞാനെടുത്ത് വായിച്ചു. അവൾക്ക് നൽകിയ ലക്ഷങ്ങളുടെ കണക്കാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ സാരമില്ല എന്ന് കരുതി. പക്ഷേ അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കത്ത്, അത് ഞാൻ വായിച്ച അതെന്നെ ആകെ തളർത്തിക്കളഞ്ഞു. അവൾ ആ ഡയറിക്കകത്ത് നിന്നും ആ കത്തെടുത്ത് എൻ്റെ നേർക്ക് നീട്ടി. ഞാനതെടുത്ത് വായിച്ചു. മകളുടെ പപ്പായ്ക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞു. നല്ലത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന ഒരു ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത്? ഇച്ചായൻ എനിക്ക് സമ്മാനിച്ച ഒരു കുഞ്ഞുമകൾ എൻ്റെ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. ആ ബന്ധം അറുത്തു മാറ്റാനാവുമോ? അവളുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ ഇപ്പോൾ അവളുടെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന എൻ്റെ ഭർത്താവ് നല്ലവണ്ണം അവളെ വളർത്തിയെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ ഉടനെ ബാങ്കിൽ നിക്ഷേപിക്കണം അവൾക്ക് വേണ്ടി. വെറുതെ കൈകഴുകി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കൈകഴുകി മാറാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ മറ്റൊരു രൂപം കാണും. നിർത്തുന്നു. വീണ ഒപ്പ്. ഈ കത്താണ് ചയനെ തകർത്തതെന്ന് ഞാൻ കരുതുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനത് പ്രത്യേകിച്ചൊരു ഭാവഭേദമൊന്നും കാണിച്ചില്ല. ആട്ടെ, ഇതിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സാർ, എൻ്റെ ഇച്ചായൻ മരിച്ചു, എൻ്റെ ജീവിതവും തകർത്തു. ഞങ്ങൾ തകർന്ന് വിഷമിക്കുമ്പോഴും ഇതിന് കാരണക്കാരിയായവൾ സുഖമായി ജീവിക്കുന്നു. അത് അനുവദിക്കാനാവില്ല സാർ. അവൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. എടുക്കാം, അവളുടെ പേര് നടപടിയെടുക്കാം. അതിന് ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ അതിന് മുമ്പ് ഒരു മറുവശം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ഒരു പക്ഷേ അവൾ ആരോപിക്കുന്ന അവളുടെ മകളുടെ പിതൃത്വം ജോയി ചാനലിൽ സ്ഥാപിച്ചെടുത്താൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. അവൾ ചോദിക്കുന്ന തുക കൊടുക്കേണ്ടി വരും. മാത്രമല്ല, അതൊരു നിങ്ങൾക്ക് താങ്ങാനാവാത്ത ദുരിതമാണ് അത് സമ്മാനിക്കുക. അതുകൊണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുന്നോട്ട് പോകണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ വേണ്ട. ഏത് കാര്യത്തിനായാലും ഞങ്ങളുടെ സഹായം ഉണ്ടാകും. ഒന്നുകൂടെ ആലോചിക്കും. സമയം തരാം. ഞാൻ പുറത്തെനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. 1 മണിക്കൂറിനകം മടങ്ങിയെത്തും. അപ്പോൾ തീരുമാനം പറഞ്ഞാൽ മതി. എൻ്റെ ഓഫീസിലിരുന്നോളൂ. ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ പോവുകയും ചെയ്തു. പുറത്ത് പോയി ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തി. 1 മണിക്കൂർ ആയില്ല, അതിനു മുമ്പ് ഞാൻ മടങ്ങിയെത്തി. ഞാൻ ഓഫീസിലെത്തുമ്പോൾ സൂസി അവിടെ ഉണ്ടായിരുന്നില്ല. വനിതാ പോലീസുകാരിയാണ്, ഗ്രേസിയാണ് വന്ന് പറഞ്ഞത്, സാർ അവർ പോയി. ഒരു ഡയറി വെച്ചിരുന്നു ഞാൻ, അതും അവർ കൊണ്ടുപോയി. ഓക്കെ, ഒരു കത്ത് അദ്ദേഹത്തിന് തരാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. കത്ത് ഗ്രേസി ഏൽപ്പിച്ച ശേഷം ഗ്രേസി മടങ്ങിപ്പോയി. ഞാൻ ആ കത്ത് വായിച്ചു. സാർ പൊറുക്കണം. സാർ തീരുമാനിക്കാൻ പറഞ്ഞത് ഒരു തീരുമാനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. സഹനത്തിൻ്റെ മൂർത്തിയായ എൻ്റെ ക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥനയിലൂടെ അപേക്ഷിച്ചു ഒരു മറുപടിക്കായി. എനിക്ക് മറുപടി ലഭിച്ചു. നിങ്ങളെ വേദനിപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുക.
പ്രതികാരം യഹോവയ്ക്കുള്ളത്. ഇതാണ് എനിക്ക് ലഭിച്ച മറുപടി. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു. എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി. സൂസി എഴുതി ഒപ്പിട്ട ആ കടലാസ് വാങ്ങിച്ചു. മനസ്സിലാലോചിച്ചു, ഒരു പാവം സ്ത്രീ, മറ്റുള്ളവരോട് വെറുപ്പില്ലാത്ത ഒരു നല്ല സ്ത്രീ. അവർക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി വരികയോ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കണം എന്ന് അന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ തിരക്കുകൾക്കിടയിൽ ആ കാര്യം അങ്ങ് മറന്നു, ആ സംഭവം മറന്നുപോയി. പക്ഷെ 3 മാസം തികയുന്ന സമയത്താണ് ഈ CD അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച്, ജോയിച്ചൻ്റെ മരണത്തോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത അണ്ണാച്ചുള്ള കേസിൻ്റെ വെരിഫിക്കേഷൻ എഴുതുന്നതിന് വേണ്ടി, CD എഴുതുന്നതിന് വേണ്ടി, റിപ്പോർട്ട് എഴുതുന്നതിന് വേണ്ടി എൻ്റെ മേശപ്പുറത്ത് ആ ഫയൽ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് വീണ്ടും. എന്തായാലും സൂസിയുടെ വീട്ടിലൊന്ന് പോകണം. പൊഴുതനയുടെ ഉള്ള ആളുകളുടെ വീട്ടിലേക്ക് പോകാനായി ഒരു വനിതാ പോലീസുകാരിയും 2 പോലീസുകാരെയും കൂടെ കൂട്ടി നേരെ പൊഴുതനയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ വീട്ടിനുള്ളിൽ നിന്നും തൊഴുകയോടെ സൂസി പുറത്തേക്ക് ഇറങ്ങി വന്നു. സാർ, എനിക്ക് ആരോടും ഒരു പരാതിയില്ല സാർ, ഞാനത് അന്നേ പറഞ്ഞാണല്ലോ, അതിലൊരു മാറ്റവുമില്ല. അവളുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകത, മാറ്റം, ആകെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവളുടെ ആ ശാലീന ഭാവം നഷ്ടമായിരിക്കുന്നു. ഒരു പരിഭ്രാന്തി ആ മുഖത്ത്, എന്താണെന്നറിഞ്ഞില്ല. നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൾ പറഞ്ഞു, സാർ, എനിക്ക് ആരോടും പകയില്ല, ആരോടും പ്രതികാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല സാർ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാനും തെറ്റുകാരിയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇച്ചായന് ഒരു സമയം പോലും ഞാൻ സ്വൈരം കൊടുത്തിട്ടില്ല. ഞാനും ഏറെ വിഷമിപ്പിച്ചു. ഒരുപക്ഷെ അതും കൂടെ ആയിരിക്കണം ഇച്ചായൻ്റെ ആത്മഹത്യക്ക് കാരണമായത്. എൻ്റെ തെറ്റും കൂടെയാണ്. അവളുടെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, തൻ്റെ തെറ്റ് മറ്റുള്ളവരിൽ ആരോപിക്കാതിരിക്കുന്നവരിൽ ആരോപിക്കാതിരിക്കുന്നത് നന്മയുള്ള മനസ്സുള്ളവർക്കേ കഴിയും. പണ്ടങ്ങോ വായിച്ച വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. ആ സ്ത്രീയെ നോക്കി നിന്നു. അപ്പോൾ അവൾ എന്നെ ഏൽപ്പിച്ച കത്തിലെ വാക്കുകളാണ് എന്നെ ആകർഷിച്ചത്. ആ വാക്കുകൾക്ക് എന്തൊരു തേജസ്, ഓരോ വാക്കിനും എന്തൊരു വെളിച്ചം. ആ വാക്കുകൾ എന്നെ ഹഠാത് ആകർഷിച്ചു. ഞാൻ ആ വിഷയം മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞു, മകളിപ്പോൾ എവിടെയുണ്ട്? സാർ, മകളെ ഞാൻ കോൺവെൻറ്റിലെ ഹോസ്റ്റലിൽ ചേർത്തു. അവൾ പഠിത്തത്തിൽ വളരെയധികം പിന്നോക്കം പോയി. അതുകൊണ്ട് നല്ലോണം പഠിക്കട്ടെ എന്ന് കരുതി ഹോസ്റ്റലിൽ നിർത്തി. ഓക്കെ, അത് നല്ലത്. എനിക്ക് കേസിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ ജോയിച്ചൻ തൂങ്ങി നിന്ന ആ സ്ഥലം എനിക്കൊന്ന് കാണണം. അതിൻ്റെ ഹൈറ്റൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കണം, അത്രമാത്രം. സാർ, അവിടെയൊക്കെ മാറാല പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ് സാർ. മറ്റൊരു ദിവസത്തിൽ ഞാനതൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കാം സാർ, മറ്റൊരു ദിവസത്തിൽ. ഓ, അത് സാരമില്ല, ഞങ്ങൾ എത്രയും കണ്ടിരിക്കുന്നു. അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറി. അടഞ്ഞു കിടന്ന ആ അപ്പച്ചൻ്റെ മുറി തള്ളി തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ഞെട്ടിപ്പോയത്. അപ്പച്ചൻ്റെ അതേ കട്ടിൽ അർത്ഥനഗ്നനായ ഒരു യുവാവ് കിടക്കുന്നു. ഞങ്ങൾ കണ്ട ഉടനെ അയാൾ പെട്ടെന്ന് ചാടി കഴിച്ച് ഷർട്ടിടാനും മറ്റുള്ള തിരക്കിലായിരുന്നു. ആരാ, എന്താ ഇവിടെ? സാർ ഞാൻ അവൾക്ക് വാക്ക് കിട്ടുന്നില്ല. ഒരുവിധം അയാൾ പറഞ്ഞു, സാർ, ഞാൻ ഇവിടുത്തെ ഈ വീട്ടിലെ ഡ്രൈവറാണ്. അയാളുടെ മുഖത്ത് നിന്നും രൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം അടിച്ചു കയറും. എനിക്ക് വെറുപ്പായി. വെറുപ്പോടെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിർവികാരമായി നിൽക്കുന്ന ലൂസിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആ മുറിക്കുള്ളിലൊരാൾ അറിഞ്ഞിട്ടാണോ അതിക്രമിച്ച് കയറിയതാണോ? നിശബ്ദമായി നിന്ന് അപ്പച്ചൻ കിടന്ന അതേ മുറിയിൽ, തൂങ്ങി നിന്ന അതേ മുറിയിൽ, അതേ സ്ഥലത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ കയറി കിടക്കുന്നു. എന്താണെന്ന് എൻ്റെ ദേഷ്യം കണ്ട് മനസ്സിലായിട്ടുണ്ടാവും സൂസി ശബ്ദമായിട്ട് എന്തോ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി. സാർ, അത് എൻ്റെ ഒരു ബന്ധു, വേണ്ട, കള്ളം പറഞ്ഞ് കള്ളി എന്ന പേര് കൂടെ സമ്പാദിക്കാൻ നിൽക്കണ്ട. അന്ന് വിലപിച്ചില്ലേ,
എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം കാട്ടിത്തരുന്നത്, വഴി കാട്ടിത്തരുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇതൊന്നും ദൈവം കാണുന്നില്ലെന്നുണ്ടോ? ഇരുട്ട് മുറിയിൽ നടക്കുന്നത് ദൈവം കാണില്ല, നിങ്ങളുടെ ദൈവം കാണില്ല, കണ്ണില്ല അല്ലേ? നിങ്ങളുടെ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിനൊന്നും മറവിടമില്ലെന്ന്. അത് മറക്കുകയല്ല. നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ദൈവത്തിനെ മറയാക്കിക്കൊള്ളും. ഒരു കാപട്യത്തിൻ്റെ മുഖമാണ് നിങ്ങൾ കാണിക്കുന്നത്. ദൈവത്തിനെ എല്ലാത്തിനും ഒരു മറയാക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിശബ്ദയായി നിൽക്കുന്ന അവളെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്ന ആ മാലാഖയുടെ ഒരു ചിത്രം ഉടഞ്ഞ് തകർന്ന് എൻ്റെ മുമ്പിൽ കിടക്കും പോലെ തോന്നി. ആ സ്ത്രീയെ നോക്കിയിട്ട് യാത്ര പറയുന്നതിന് മുമ്പ് ആ സ്ത്രീ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ മാലാഖയുടെ രൂപത്തിൽ എന്നെ കബളിപ്പിച്ച ആ സ്ത്രീയുടെ മുഖം വികൃതമായി കൊമ്പും വാലും മുളച്ച് ലൂസിഫറിൻ്റെ ഒരു അനുയായിയെപ്പോലെ അവൾ മാറുന്നു. സ്വർഗത്തിൽ നിന്നും ശിക്ഷിക്കപ്പെട്ട് പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട കറുത്ത മാലാഖയുടെ രൂപം വെറുപ്പോടെ തിരിഞ്ഞു നടന്നു. കാറിലിരിക്കുമ്പോഴും വാഹനത്തിലിരിക്കുമ്പോഴും തികട്ടി വന്ന ദേഷ്യം കടിച്ചമർത്തി തിരികെ ഓഫീസിലെത്തി. ആ CD ഫയലിൽ എഴുതി, എസ്ഐയുടെ അന്വേഷണം തൃപ്തികരമാണ്. എഴുതി ഒപ്പിട്ട് ഫയൽ ഏൽപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വയനാടിൻ്റെ നുനുത്ത ഓർമ്മകളിൽ ഇടയ്ക്കിടെ നൊമ്പരപ്പെടുത്താനായി ആ കറുത്ത ദിനത്തിൻ്റെ ഓർമ്മകളും മനസ്സിൽ തികട്ടി വരും. ഒരു മാലാഖയുടെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എന്നെ കബളിപ്പിച്ച ആ വികൃത രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയായിരിക്കും? തെറ്റുകളുടെ മഹാസാഗരത്തിലൂടെ എവിടേക്കെന്നില്ലാതെ നീന്തിത്തുടിച്ച് നടക്കുന്നുണ്ടാവും. എന്നെങ്കിലും ഒരിക്കൽ നന്മയുടെ തീരത്ത് അവൾ അണയാതിരിക്കില്ല. അണയുമായിരിക്കാം. ആ വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.